ഏതായിരുന്നു? കൈത്താങ് വൈഗോട്സ്കി ആണ് അല്ലേ? ഓക്കെ. അടുത്തത്, ഒരു കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ഏത്? ഓപ്ഷൻ എ മാനവികതാ സിദ്ധാന്തം, ഓപ്ഷൻ ബി പഠനത്തെ സംബന്ധിച്ച ക്ഷേത്ര സിദ്ധാന്തം, ഓപ്ഷൻ സി പൗരാണികാനുബന്ധ സിദ്ധാന്തം, ഓപ്ഷൻ ഡി ശ്രമപരാജയ സിദ്ധാന്തം. ശ്രമപരാജയ സിദ്ധാന്തം. ട്രയൽ ആൻഡ് എറർ ആണ് അല്ലെ? ശ്രമപരാജയ സിദ്ധാന്തമാണ് അല്ലെ? ഓക്കെ. അപ്പം മാനവികതാ സിദ്ധാന്തം, ഹ്യൂമനിസ്റ്റിക് തിയറിയിൽ ആരൊക്കെയായിരുന്നു? കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും. കാൾ റോജറിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ കോൺസെപ്റ്റ്. ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാനവികതാവാദത്തിലെ കാൾ റോജറുടേതാണ് അല്ലെ? അബ്രഹാം മാസ്ലോ നമുക്കറിയാം, നീഡ്സ് ഓഫ് ഹയറാർക്കി. ദെൻ പഠനത്തെ സംബന്ധിച്ച ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറി. ഫീൽഡ് തിയറി ആരുടേതാണ്? കേർട്ട് ലെവിൻ ആണ് അല്ലേ? ഓക്കെ. ദെൻ പൗരാണികാനുബന്ധന സിദ്ധാന്തം പാവ്ലോവിൻ്റെതാണ് അല്ലെ? ദെൻ ട്രയൽ ആൻഡ് എറർ ടോണ്ടേക്കിൻ്റെതാണ് അല്ലെ? ഓക്കെ. അടുത്തത്, ഒരു തത്വത്തെ സംബന്ധിച്ച് കുറേ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. ഈ സമീപനത്തിന് പറയുന്നത് നിഗമന രീതി, ആഗമന രീതി, ഉൾക്കാഴ്ച രീതി, ആഗമന നിഗമന രീതി. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാല് ആൻസർ അറിയാത്തവരാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എടുക്കും അല്ലെ? നിഗമനത്തിൽ എത്തുന്നു, അപ്പൊ നിഗമന രീതി എന്ന് പറയും അല്ലെ? അപ്പം കുറെ ഉദാഹരണങ്ങളിലൂടെ ഒരു ജനറൽ കാര്യത്തിലേക്ക് എത്തുന്നതിന് നമ്മൾ എന്താ പറയാ? ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. അപ്പൊ നിഗമന രീതി എന്തായിരിക്കും? ഡിഡക്റ്റീവ് എന്തായിരിക്കും? തത്വം പറഞ്ഞിട്ട് തത്വം പറഞ്ഞതിന് ശേഷം ഉദാഹരണം പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആഗമന രീതിക്കും നിഗമന രീതിക്കും അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ്. ഇപ്പൊ ഇൻഡക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ആഗമന രീതി ആണെങ്കിൽ നമ്മളൊരു സയൻസ് ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ കുറേ ഇലകൾ ശേഖരിക്കുന്നു, പലതരം സസ്യങ്ങളുടെ ഇലകൾ ശേഖരിച്ചു കൊണ്ടുവരുന്നു. ശേഷം അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. അതായത് സമാന സിരാവിന്യാസമുള്ളതും ജാലികാ സിരാവിന്യാസമുള്ളതും ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. എന്നിട്ട് നമ്മൾ ആ എക്സാമ്പിളിൽ നിന്നാണ് സിരാവിന്യാസത്തെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ ഡിഡക്റ്റീവ് ആണെങ്കിൽ ആദ്യം നമ്മൾ വിന്യാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിന് എക്സാമ്പിൾ പറയുന്നു. ഇപ്പോൾ മാത്സിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ എണ്ണൽ സംഖ്യകൾ നിങ്ങൾ പഠിച്ചതായിരിക്കും. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n×n+1/2. ഇപ്പൊ കുറെ എണ്ണൽ സംഖ്യകൾ നമ്മൾ ആദ്യത്തെ 10 വരെയുള്ളതിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടു നോക്കുന്നു, പിന്നെ 20 വരെയുള്ളത് കണ്ടു നോക്കുന്നു, 30 വരെയുള്ള കണ്ടു നോക്കുന്നു. അങ്ങനെ കുറെ എക്സാമ്പിളിൽ എക്കോ ഉണ്ടോ? ഇല്ല. കുറെ കണ്ടതിന് ശേഷം ജനറലിലേക്ക് എത്തുന്നതാണ് ഇൻഡക്റ്റീവ് രീതി. പിന്നെ നമ്മൾ ലാസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു, n×n+1/2. അതാണ് നിഗമനത്തിൽ എത്തിച്ച്, അതാണ് അതിന്റെ ലാസ്റ്റിലുള്ള നിഗമനം. ഇനിയിപ്പോൾ ഡിഡക്റ്റീവ് നിഗമനാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്താണ് ആ തത്വം, എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n×n+1/2 ആണ്. പിന്നെ ആ എന്നിന് കുറെ പലതരത്തിലുള്ള നമ്പേഴ്സ് കൊടുത്തിട്ട് നമ്മൾ കാണുന്നു. അവിടെയാണ് തത്വത്തിൽ നിന്ന് എക്സാമ്പിളിലോട്ടേക്ക് വരിക. ആഗമന രീതി, നിഗമന രീതി, ഇത് രണ്ടും വ്യത്യാസം ഇതാണ്. ഒന്നുകിൽ നിങ്ങൾ ആഗമനം പഠിക്കുക അല്ലെങ്കിൽ നിഗമനം പഠിക്കുക. രണ്ടും പഠിച്ചു വെച്ചാൽ കൺഫ്യൂഷൻ ആവും. ഞാൻ ഓർത്തു വെച്ചൊരു കോഡ് എന്ന് പറഞ്ഞാൽ DGP എന്നാണ് കേട്ടോ. ഡിഡക്റ്റീവ് ജനറൽ ടു പർട്ടിക്കുലർ ആണ്. DGP എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, DGP ഉണ്ടല്ലോ. അപ്പോൾ ഡിഡക്റ്റീവ് ജനറൽ ടു പർട്ടിക്കുലർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഇൻഡക്റ്റീവ്? എന്തായാലും എന്താണ് പർട്ടിക്കുലർ ടു
ജനറൽ ആയിരിക്കും. നിങ്ങൾ വേറെ ഏതെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റണ്ട കേട്ടോ. എനിക്ക് എപ്പോഴും മാറിപ്പോകുന്നൊരു കോൺസെപ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ഓർത്ത് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, യുവർ ചോയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 12. എറിക് എറിക്സന്റെ മനോ സാമൂഹ്യ വികാസ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈമറി വിദ്യാർത്ഥി ഏത് ഘട്ടത്തിലായിരിക്കും? ഓപ്ഷൻ എ വിശ്വാസവും അവിശ്വാസവും, ഓപ്ഷൻ ബി ഊർജ്ജസ്വലതയും അപകർഷതയും, ഓപ്ഷൻ സി ആഴത്തിലുള്ള അടുപ്പവും ഒറ്റപ്പെടലും, ഓപ്ഷൻ ഡി മുൻകൈയെടുക്കലും കുറ്റബോധവും. പ്രൈമറിയിൽ ഏതായിരിക്കും? നമ്മൾ പറഞ്ഞതാണല്ലോ ഒരുപാട് പ്രാവശ്യം. ഊർജ്ജസ്വലത വേഴ്സസ് ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ ഊർജ്ജസ്വലതയും അപകർഷതയും അല്ലേ? ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് ഏതായിരുന്നു? ഫസ്റ്റിലത്തെ സ്റ്റേജ് ആണ് അല്ലേ? 0 to 1 ആണ് ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്. ദെൻ ആഴത്തിലുള്ള അടുപ്പവും ഒറ്റപ്പെടലും, ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ. 18 വയസ്സ് മുതൽ 8 വയസ്സ് മുതൽ 35 വയസ്സ് വരെ അല്ലെ? മുൻകൈയെടുക്കലും കുറ്റബോധവും 3 to 6 അല്ലേ? 6 to 12 ആണ് നമ്മളിപ്പോ പറഞ്ഞ ഊർജ്ജസ്വലതയും അപകർഷതയും. അതിന്റെ തൊട്ട് മുന്നിട്ടുള്ളതാണ് ഏത്? മുൻകൈയെടുക്കലും കുറ്റബോധവും. ഇനിഷ്യേറ്റീവ് വേഴ്സ് ഗിൽട്ട് എന്ന് പറയുന്നത്. ആദിബാല്യം 3 to 6. യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത്? ഓപ്ഷൻ എ സമഗ്രത ഓർ കോംപ്രിഹെൻസീവ്നെസ്, ഓപ്ഷൻ ബി തിരിച്ചറിയാനുള്ള ശക്തി ഓർ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, സി വ്യക്തിനിഷ്ഠത സബ്ജക്റ്റിവിറ്റി, ഡി വസ്തുനിഷ്ഠത ഒബ്ജക്റ്റിവിറ്റി. വസ്തുനിഷ്ഠത ഒബ്ജക്റ്റിവിറ്റി ആണ് അല്ലെ? മാർക്കിംഗ് സ്കീമിൽ ഒരിക്കലും സബ്ജക്റ്റിവിറ്റി കടന്നു വരില്ല അല്ലെ? ഒരാൾ അയാളുടെ അഭിപ്രായത്തിനനുസരിച്ചൊന്നും മാർക്ക് കൊടുക്കൂല. എന്താണോ എഴുതിയത്, എന്താണോ കറക്റ്റ് ആൻസർ, അതിനുള്ള മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതാണ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പം ക്വാളിറ്റി ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, പ്രാക്ടിക്കബിലിറ്റി, ഇങ്ങനെ 4 ഉണ്ട് അല്ലെ? എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ക്ലാസ്സിൽ ഒരു എക്സാം നടത്തി, ഒരു ദിവസം ഒരു എക്സാം നടത്തി, അതിൽ കുട്ടികൾക്കൊക്കെ നിശ്ചിത മാർക്കും ലഭിച്ചു. ഞാൻ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ എക്സാം പറയാതെയാണ്, പറഞ്ഞിട്ടല്ല, ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും? വലിയ വേരിയേഷൻസ് മാർക്കിൽ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നടത്തി വേറൊരു ക്ലാസ്സിൽ നടത്തി കഴിഞ്ഞാൽ ഏകദേശം എന്തായിരിക്കണം? സെയിം മാർക്കിൻ്റെ ആ ഒരു രീതിയായിരിക്കും വരേണ്ടത്. മാർക്കിൽ വലിയ ഡിഫറൻസ് വരാൻ പാടില്ല. പിന്നെ വാലിഡിറ്റി, നമ്മൾ എന്താണോ കുട്ടി എക്സാം നടത്തുന്നത് അവർക്ക് എത്രത്തോളം അറിവ് ലഭിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിനനുസരിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാമല്ലേ, സിലബസിന് പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് പറയും അല്ലേ? അപ്പം നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കണം ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതാണ് റിലയബിലിറ്റിയും വാലിഡിറ്റിയും എന്ന് പറയുന്നത്. പ്രാക്ടിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രാക്ടിക്കലി നടത്താനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വേണം. അതായത് അതിൻ്റെ സ്കോറിങ്, മാർക്കിംഗ് സ്കീം, നടത്താനുള്ള ചെലവ്, നടത്താനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിരിക്കണം. അപ്പം ഇമ്പോർട്ടൻ്റ് റിലയബിലിറ്റിയും വാലിഡിറ്റിയുമാണ്. പിന്നെ സബ്ജക്റ്റിവിറ്റി എന്ത് ചെയ്യാൻ പാടില്ല? എക്സാമിൽ കടന്നു വരാൻ പാടില്ല. ഇപ്പം മാർക്ക് നൽകുമ്പം ഇപ്പോൾ കുട്ടികളുടെ, അതായത് വാല്യൂ ചെയ്യുന്ന ആളുടെ ഒപ്പീനിയൻ അനുസരിച്ച് മാർക്ക് കൊടുക്കാൻ പാടില്ല. അതിൽ എന്താണോ എഴുതിയത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മാർക്ക്
നൽകേണ്ടത്. അപ്പോൾ റിലയബിലിറ്റി, വാലിഡിറ്റി, സബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. കോംപ്രിഹെൻസീവ്നെസ് എന്ന പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് അല്ലേ. സമഗ്രമായിരിക്കണം. ഇപ്പോൾ ഒരു ഫുൾ ഇയർ എൻഡ് എക്സാം ഒക്കെ ആണെങ്കിൽ റിലയബിലിറ്റി ഒന്നും ഏതാണോ കൂടെ പറയൂ. എന്താണ് റിലയബിലിറ്റി ഒന്നും കൂടി പറയൂ. പറയാം. ഓക്കെ, ഇപ്പൊ പറയാം. കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കണം. ഒരു ഭാഗത്തു നിന്ന് കൂടുതൽ അല്ലെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ഏകദേശം ക്വസ്റ്റ്യൻസ് അങ്ങനെ പാടില്ല. ഏതാണോ ഇമ്പോർട്ടൻ്റ് ഏരിയ അവിടുന്ന് മാർക്ക് കൂടുതൽ, ഇമ്പോർട്ടൻസ് കുറഞ്ഞത് അവിടുന്ന് അത്രയും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പൊ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ്, ക്ലാസ്സിൽ ഒരു എക്സാം പറഞ്ഞു, നമ്മൾ ആ എക്സാം നടത്തി, കുട്ടികൾക്ക് ഏകദേശം ഓരോ മാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സെയിം എക്സാം നമ്മൾ വീണ്ടും നടത്തുകയാണെങ്കിൽ എന്താണ്, വലിയ മാർക്ക് വ്യത്യാസം വരാൻ പാടില്ല. അതായത് ടൈമിനനുസരിച്ചോ അല്ലെങ്കിൽ ഒന്നും ഇതിൽ ആൻസറിൽ മാറ്റം വരാൻ പാടില്ല എന്നതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു അധ്യാപിക തൻ്റെ സഹപ്രവർത്തകരോടുള്ള ദേഷ്യം കുട്ടികളോട് പ്രകടിപ്പിക്കുന്നു. ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ പ്രതിപ്രവർത്തന രൂപീകരണം ഓർ റിയാക്ഷൻ ഫോമേഷൻ, ഓപ്ഷൻ ബി പ്രക്ഷേപണം ഓർ പ്രൊജക്ഷൻ, ഓപ്ഷൻ സി അനുപൂരണം ഓർ കോമ്പൻസേഷൻ, ഓപ്ഷൻ ഡി ആദേശനം ഓർ ഡിസ്പ്ലേസ്മെന്റ്. ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത്. അതെ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അല്ലേ. ആദേശം അല്ലേ. അപ്പൊ എന്തായിരുന്നു പ്രക്ഷേപണം, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാല്? നമുക്ക് പറ്റാത്തത് നമുക്ക് പറ്റാത്തത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത്. അതെ, നമുക്ക് പറ്റാത്തത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് അല്ലേ. ദെൻ അനുപൂരണം. നമുക്ക് ഒന്നിൽ വിജയിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഒന്നില് മാത്സില് വീക്കായ കുട്ടി ചിലപ്പോ സ്പോർട്സിലോ പഠനത്തിൽ വീക്കായത് ഒരു ഏരിയയിൽ വീക്കായത് മറ്റൊരു ഏരിയ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോമ്പൻസേറ്റ് ചെയ്യാണ് അല്ലെ. അക്കാദമിക്കൽ പെർഫോമൻസ് കുറവാണെങ്കിൽ ആർട്സിൽ എന്താ നല്ല പെർഫോമൻസ് കാണിക്കുക അല്ലെ. ഓക്കെ, ദെൻ ആദേശം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അല്ലെ. നമ്മൾ ഒരിടത്തു നിന്ന് കിട്ടിയത് മറ്റൊരിടത്തിൽ തീർക്കുന്ന പരിപാടിയാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആദേശനം എന്ന് പറയുന്നത്. അടുത്തത്, ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിന്റെ നിർണായക ഘടകം. ഓപ്ഷൻ എ താല്പര്യം, ഓപ്ഷൻ ബി ബുദ്ധി, ഓപ്ഷൻ സി പ്രതീക്ഷാ നിലവാരം, ഓപ്ഷൻ ഡി അഭിപ്രേരണം. ബുദ്ധി. ഓപ്ഷൻ ബി ബുദ്ധിയാണ് അല്ലെ. അപ്പം പഠന നേട്ടത്തിന്റെ നിർണായക ഘട്ടം എന്നാണ് അല്ലെ. നിർണായകം എല്ലാം എന്താണ്, ഇത് പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഈ നാലും. പക്ഷെങ്കിൽ ബുദ്ധി ഇല്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലെ. ബുദ്ധി ഇല്ലാതെ താല്പര്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ചിട്ടോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടോ കാര്യമില്ല. ഫസ്റ്റ് എന്ത് വേണം, ബുദ്ധി വേണം. അതിനുശേഷം ബാക്കി 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, സെറ്റ് ആവും അല്ലെ. അപ്പം 4 എന്താണ്, പിന്നെ പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അടുത്തത് 16. ഡാനിയൽ ഗോൾമാന്റെ സിദ്ധാന്തം അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ വൈകാരിക വികാസം ഓർ ഇമോഷണൽ ഡെവലപ്മെന്റ്, വൈകാരിക പ്രശ്നങ്ങൾ ഓർ ഇമോഷണൽ പ്രോബ്ലംസ്, വൈകാരിക ക്ഷമത ഓർ ഇമോഷണൽ കോമ്പീറ്റൻസ്, ബൗദ്ധിക വികാസം ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇമോഷണൽ ഇന്റലിജൻസ് അല്ലേ ഡാനിയൽ ഗോൾമാൻ. ഓക്കെ, അപ്പൊ ഇതില് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അല്ലേ. വൈകാരിക വികാസം എന്നാണ് കൊടുത്തത് അല്ലെ. വൈകാരിക വികാസം ആരായിരുന്നു? ബ്രിഡ്ജസ് ആണ് അല്ലെ. വൈകാരിക വികാസം കാതറിൻ
ബ്രിഡ്ജസ് ആണ്. ഡാനിയൽ ഗോൾമാൻ എന്താണ്? തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്, ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഇവിടെ ഓപ്ഷനും പരസ്പരം കോൺട്രഡിക്ഷൻ ആയിട്ടാണുള്ളത് അല്ലേ? വൈകാരിക ക്ഷമത പറഞ്ഞാലും ക്ഷമതയും ബുദ്ധിയോ അങ്ങനെ തന്നെയല്ലേ? സെയിം അല്ലേ? ക്വസ്റ്റ്യൻ 16 കീ പ്രകാരം ഏതാ ആൻസർ? ഞാൻ ജസ്റ്റ് എന്നോട് മാറിപ്പോയത്. കീ ബി പ്രകാരം ആണെന്ന് ഏതാണ്? തോന്നുന്നു. ബി ആണെന്ന് തോന്നുന്നു. ഇതിലെ ആൻസർ കീ ഉറപ്പില്ല. ഉണ്ടല്ലോ അല്ലേ? ആ, എന്താണ്? വൈകാരിക ഉറപ്പില്ല. ബി ക്ഷമത ആണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് ഡാനിയൽ ഗോൾമാൻ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അപ്പം കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ 16 അല്ലേ? നമുക്കൊന്ന് നോക്കി നോക്കാം. കീ പ്രകാരം ഏതാണ് കൊടുത്തത്? സി ആണ് അല്ലേ? അപ്പം ഇതില് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് എന്തായാലും ഇമോഷണൽ വൈകാരിക വികാസം നമ്മൾ കൊടുക്കൂല, പ്രോബ്ലംസും അല്ല. പിന്നെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ല, ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതല്ല, ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അത് ഞാൻ നോക്കിയിട്ട് തെറ്റായിരിക്കും പറഞ്ഞുതരാം ചിലപ്പോ. കേട്ടോ. എന്തായാലും ഓപ്ഷൻ എ ബി എന്തായാലും വരില്ല. പിന്നെ സിയും ഡിയും ആണ് ചാൻസ് ഉള്ളത്. ഇതിൽ സി ആണല്ലേ കൊടുത്തിട്ടുള്ളത്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസ് ആണ്. അടുത്തത് 17. പെൺകുട്ടികൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. അധ്യാപകൻ പറഞ്ഞ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ലിംഗബോധം, ജെൻഡർ സെൻസിറ്റിവിറ്റി, ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗമുൻവിധി, ജെൻഡർ പ്രിജുഡീസ്, ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി. ലിംഗമുൻവിധി, ജെൻഡർ പ്രിജുഡീസ് ആണ് അല്ലേ? അറിയോ അറിയില്ലയോ എന്നുള്ളത് അറിയാതെ എന്താണ് മുന്നേ തന്നെ ഉറപ്പിക്കുകയാണ്. മുന്നേ തന്നെ ഉറപ്പിച്ച് പറയാണ് അല്ലെ, പെൺകുട്ടികൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ മലയാളം ആരോ എന്നുള്ളത് ചോദിച്ചു അല്ലെ? ജെൻഡർ സെൻസിറ്റിവിറ്റി, ലിംഗബോധം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ചോദിച്ചത് ബയാസ് എന്നാണ്, ജെൻഡർ ബയാസ്. ജെൻഡർ ബയാസ് ആയിരുന്നു അല്ലെ? അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ.